ഹലോ ക്ലാസ് 7. സോ നിങ്ങൾക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റെൻചീസ് മാജിക് ബാറ്റ് എന്നുള്ളത്. അപ്പൊ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും കേട്ടോ. സോ ഇതിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ രഞ്ജിയും അതുപോലെ തന്നെ കുമാർ എന്ന് പറയുന്ന ആളും. സോ ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ച് ആണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ക്യാരക്ടർ സ്കെച്ച്, എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്? ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ വരച്ചു വെക്കാനാണോ? ഓക്കെ, ഇങ്ങനെയല്ല, ഇങ്ങനെ വരച്ചു വെക്കാനാണോ? അല്ലല്ല, ആ ഒരു ക്യാരക്ടറിന്റെ അപ്പിയറൻസും പേഴ്സണാലിറ്റി ട്രേഡ്സും അല്ലെ, സ്വഭാവ സവിശേഷതകളും ആൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാം അല്ലെ. സോ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ ഫോട്ടോ വെച്ച് വന്നതെന്ന്, കാര്യമുണ്ട് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പേഴ്സണാലിറ്റി ട്രേഡ്സ് അല്ലെ, എന്ന് വെച്ചാൽ സ്വഭാവ സവിശേഷതകൾ. ഇപ്പൊ ഞാൻ എന്നെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ എന്ത് പറയാം? യെസ്, ഞാൻ ഭയങ്കര കൈൻഡ് ആണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നതിനെയാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാം. ഓക്കെ, മറ്റുള്ളവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഇതിനെയാണ് ആ ഒരു പേഴ്സണാലിറ്റി ട്രേഡ്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ട് നമ്മുടെ ക്യാരക്ടേഴ്സിന്, ഓൾറെഡി കഴിഞ്ഞ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ആൻഡ് ഹൗ ദ ചേഞ്ച്ഡ് ഓർ ഇവോൾവ്, നമ്മുടെ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവർ ആദ്യം സ്റ്റോറിയിൽ അപ്പിയർ ചെയ്ത പോലെയല്ല പിന്നെ വരുന്നത്. ഇപ്പൊ രഞ്ജിയുടെ കേസ് ആണെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പിന്നെ അവൻ എന്തായി മാറുന്നുണ്ട്? വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. സോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ദെയർ ഇമ്പാക്ട് ദോസ് അറൗണ്ട് ദം. ഇപ്പം ഫോർ എക്സാമ്പിൾ മിസ്റ്റർ കുമാറിന്റെ കേസ് പറയുകയാണെങ്കിൽ മിസ്റ്റർ കുമാർ അവിടെയുള്ള എല്ലാ യങ് സ്പോർട്സ് മെന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ ഒരു ക്യാരക്ടർ മറ്റ് ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് എഴുതാം. ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ മിസ്സിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറയാ? ബ്ലാക്ക് ഹെയർ ആണ് എന്ന് പറയാം, അതുപോലെ സ്മോൾ ഐസ് ആണ് അല്ലെ, അടിപൊളിയാണ്. ആൻഡ് അടുത്തത് എന്താ? റെഡ് സാരി എന്ന് പറയാം അല്ലെ. സോ ഇതുപോലെ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അവരെ കാണാൻ എങ്ങനെയാണ് എന്ന് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് അഡ്ജക്റ്റീവ്സ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന കാര്യമാണ് അഡ്ജക്റ്റീവ്സ്. സോ ആ ഒരു ക്യാരക്ടറിനെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആൻഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. ഒരുപാട് വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല, സ്റ്റോറി മൊത്തം എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ ക്ലിയർ ആൻഡ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് നമുക്ക് പോയാലോ? രഞ്ജി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് വർക്ക്സ് ഹാർഡ് ടു ഇംപ്രൂവ് ഹിസ് പെർഫോമൻസ്. രഞ്ജിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അവന്റെ പെർഫോമൻസ് ക്രിക്കറ്റിൽ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. He dreams of becoming a great player and puts in a lot of effort to achieve his goals. അവൻ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, ഒരു വലിയ ഗ്രേറ്റ് പ്ലെയർ ആവാൻ വേണ്ടിയിട്ടാണ് അവൻ ഡ്രീം ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപാട് എഫേർട്സും അവൻ എടുക്കുന്നുണ്ട്, ഒരുപാട് അവൻ പരിശ്രമിക്കുന്നുണ്ട് അല്ലെ. അവന്റെ ഗോൾസ്, അവന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവന്റെ എയിംസ്, അവന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. രഞ്ജി ഈസ് എ ഫ്രണ്ട്ലി പേഴ്സൺ ആൻഡ് ലൈക്സ് മേക്കിംഗ് ഫ്രണ്ട്. രഞ്ജി ഒരു ഫ്രണ്ട്ലി ആണ്, നല്ല എല്ലാവരോടും കമ്പനി അടിച്ച് ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ഒരുപാട് ഫ്രണ്ട്സും അവനുണ്ട്. ഹീസ് ഹംബിൾ ആൻഡ് മോഡസ്റ്റ്, വളരെ ഹംബിൾ, വളരെ വിനയത്തോടു കൂടിയും വളരെ വിനയത്തോടും മര്യാദയോടും കൂടി പെരുമാറുന്ന ഒരാളാണ് നമ്മുടെ രഞ്ജി. ഈവൻ വെൻ ഹി പെർഫോംസ് വെൽ ഇൻ മാച്ചസ്, അവൻ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണല്ലേ മാച്ചിലൊക്കെ സിക്സ് ഒക്കെ അങ്ങോട്ട് അടിക്കുന്നത്. എന്നാലും അതിന്റെ ഒരു അഹങ്കാരവും നമ്മുടെ രഞ്ജിക്ക് ഇല്ല. രഞ്ജി വളരെ ഹംബിൾ ആൻഡ് മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കാം. ഓക്കെ, ഹംബിൾ ആൻഡ് മോഡസ്റ്റ്, ഈ വേർഡ്സ് ഒക്കെ ആലോചിച്ച് വെക്കാം. ആൻഡ് ഹി ഡസന്റ് ഷോ ഓഫ് ആൻഡ് സ്റ്റേസ് ഗ്രൗണ്ടഡ്. വെറുതെ പട്ടിഷോ കാണിക്കുന്നില്ല, ഷോ ഓഫ് ചെയ്യുന്നില്ല. ആൻഡ് ഹി സ്റ്റേസ് ഗ്രൗണ്ടഡ് അല്ലെ, എപ്പോഴും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ രഞ്ജി. ആൻഡ് രഞ്ജി ഓൾസോ കെയർസ് ഫോർ others as seen when he shares sweets with his neighbor and Mr. Kumar അല്ലെ. അപ്പൊ മറ്റുള്ളവരെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവൻ ആ ഒരു മാച്ചിൽ ഫസ്റ്റ് കിട്ടിയപ്പോ അല്ലെങ്കിൽ ഒരുപാട് റൺസ് അടിച്ചപ്പോ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മിസ്റ്റർ കുമാറിനും അതുപോലെ അവന്റെ നെയ്ബർ ആയിട്ടുള്ള ഫ്രണ്ടിനും എന്ത് ചെയ്ത് കൊണ്ടുകൊടുത്തു? സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് കൊടുത്തു അല്ലെ. സോ ഇതൊക്കെ അവന്റെ ആ ഒരു കെയറിംഗ് നേച്ചറെയാണ് കാണിക്കുന്നത്. ആൻഡ് ഹി ഈസ് ഹാർഡ് വർക്കിംഗ്, ambitious and ready to face any challenges that come his way, and these qualities make him a well loved and respected person.
അപ്പോൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, അംബീഷ്യസ് ആണ്, ഒരുപാട് ആഗ്രഹങ്ങളുള്ള കുട്ടിയാണ് ആൻഡ് റെഡി ടു ഫേസ് എനി ചാലഞ്ചസ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവുണ്ട്. ആൻഡ് ദീസ് ക്വാളിറ്റീസ് മേക്ക് ഹിം എ വെൽ ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് പേഴ്സൺ. ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രഞ്ജീനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അവനോട് എല്ലാവരും റെസ്പെക്റ്റും ആണ് അല്ലെ. സോ ഇത് എന്ത് ചെയ്യാം, രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇനി പോട്ടെ, മിസ്റ്റർ കുമാറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലോ ചോദിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിനായിരിക്കും എന്തായാലും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അതിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സേ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, മിസ്റ്റർ കുമാറിന്റെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാട്ടോ. മിസ്റ്റർ കുമാർ ഈസ് എ കൈൻഡ് ആൻഡ് എൻകറേജിംഗ് മാൻ ഹു റൺസ് എ സ്പോർട്സ് ഷോപ്പ്. ഒരു സ്പോർട്സ് ഷോപ്പ് നടത്തുന്ന വളരെ ദയുള്ള, എന്നാൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മിസ്റ്റർ കുമാർ എന്നുള്ള വ്യക്തി. ഹി വാസ് വൺസ് എ ടാലന്റഡ് ക്രിക്കറ്റർ ആൻഡ് സ്റ്റിൽ എൻജോയ് സപ്പോർട്ടിങ് യങ് പ്ലേയേഴ്സ്. പണ്ട് കാലത്ത് ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരു ക്രിക്കറ്റർ ആയിരുന്നു മിസ്റ്റർ കുമാർ. ആൻഡ് സ്റ്റിൽ എൻജോയ് സപ്പോർട്ടിങ് യങ് പ്ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സിനെയും അതുപോലെ സ്പോർട്സ്മാനെയും ഒക്കെ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മിസ്റ്റർ കുമാർ. ആൻഡ് ഹി ഈസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ജനറസ്. വളരെ ഫ്രണ്ട്ലി ആണ്, ജനറസ് ആണ് അല്ലെ, എല്ലാവരോടും വളരെ നല്ല മനസ്സുള്ള ഒരു ഉദാര മനസ്കനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മിസ്റ്റർ കുമാർ. ആൻഡ് ആസ് ഷോൺ വെൻ ഹി ലെൻസ് ഹിസ് ഓൾഡ് ബാറ്റ് ടു രഞ്ജി ടു ബൂസ്റ്റ് ഹിസ് കോൺഫിഡൻസ്. അപ്പൊ എവിടെയാണ് അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആണെന്നും ജനറസ് ആണെന്നും നമുക്ക് കാണിച്ചു തരുന്നത്? അദ്ദേഹത്തിന്റെ സ്വന്തം ബാറ്റ്, അദ്ദേഹം സെഞ്ചുറി അടിച്ച ബാറ്റ് വരെ ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ രഞ്ജിക്ക് കൊടുക്കാൻ വേണ്ടി, രഞ്ജിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ, രഞ്ജിക്ക് ആ ബാറ്റ് കൊടുക്കാൻ വേണ്ടി വരെ നമ്മുടെ കുമാർ റെഡി ആവുന്നുണ്ട് അല്ലെ. സോ മിസ്റ്റർ കുമാർ ഈസ് ഓൾസോ വൈസ്, ടീച്ചിങ് രഞ്ജി that is not the bat but the player's skill and self belief that matter. സോ മിസ്റ്റർ കുമാർ അതുപോലെ തന്നെ വളരെ ബുദ്ധിയുള്ള വിവേകമുള്ള ഒരാളാണ്. ആൻഡ് ടീച്ചിങ് രഞ്ജി that it is not the bat but the player's skill and self belief that matter. സോ രഞ്ജിനെ എന്താണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്? ആ ബാറ്റ് അല്ല, അല്ലെങ്കിൽ ബാറ്റിലല്ല കാര്യമുള്ളത്, അത് വെച്ച് കളിക്കുന്ന പ്ലെയറിന്റെ കോൺഫിഡന്റിലും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിലുമാണ് കാര്യം. അല്ലാതെ ഏതെങ്കിലും ഒരു അടിപൊളി ബാറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കുറെ റൺസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, നമുക്ക് സ്കിൽ ഉണ്ടാവണം, എന്നാലേ എന്താവാൻ പറ്റുള്ളൂ, ഗുഡ് പ്ലെയർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ കുമാർ രഞ്ജിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ഹെൽപ്ഫുൾ ആൻഡ് കെയറിംഗ്, ഓൾവേസ് ഗിവിംഗ് ഗുഡ് അഡ്വൈസ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതേഴ്സ് ടു ഡു ദെയർ ബെസ്റ്റ്. നല്ല ഹെൽപ്പിംഗ് ആണ്, കെയറിംഗ് ആണ്, ആൻഡ് ഓൾവേസ് ഗിവിംഗ് ഗുഡ് അഡ്വൈസ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതേഴ്സ് ടു ഡു ദെയർ ബെസ്റ്റ് അല്ലെ. എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ കൊടുത്ത്, മോട്ടിവേറ്റ് ചെയ്ത്, നല്ല പ്രചോദനം കൊടുത്ത് അവരുടെ ബെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് മിസ്റ്റർ കുമാർ ഈസ് പേഷ്യന്റ് ആൻഡ് ചിയർഫുൾ. വളരെ ക്ഷമയുള്ള എന്നാൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ മിസ്റ്റർ കുമാർ. മേക്കിംഗ് പീപ്പിൾ അറൌണ്ട് ഹിം ഫീൽ കംഫർട്ടബിൾ ആൻഡ് സപ്പോർട്ടഡ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ കംഫർട്ടബിൾ ആക്കി വെക്കുന്ന ഒരാളാണ് മിസ്റ്റർ കുമാർ അല്ലെ. ഹിസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വില്ലിംഗ്നെസ് ടു ഗൈഡ് യങ് പ്ലേയേഴ്സ് മേക്ക് ഹിം ആൻ ഇൻസ്പയറിംഗ് റോൾ മോഡൽ. അപ്പൊ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെ, അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് എല്ലാത്തിനെയും കാണുന്നത്. ഇപ്പൊ നമ്മുടെ രഞ്ജി ബാറ്റ് കളഞ്ഞു വന്നിട്ടും അദ്ദേഹം ചൂടാവേ ഒന്നും ചെയ്യുന്നില്ല. അയാള് വളരെ ക്ഷമയോടുകൂടി നല്ലത് വരും, അല്ലെങ്കിൽ നിനക്ക് റൺസ് എടുക്കാൻ പറ്റും, ബാറ്റ് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ മിസ്റ്റർ കുമാർ. ആൻഡ് ടു ഗൈഡ് യങ് പ്ലേയേഴ്സ് മേക്ക് ഹിം ആൻ ഇൻസ്പയറിംഗ് റോൾ മോഡൽ. ഇപ്പൊ യങ് പ്ലേയേഴ്സിന് ഒരു നല്ലൊരു മാതൃകയായിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ കുമാർ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ അല്ലെ. സോ ഈ ഒരു രണ്ട് ക്യാരക്ടർ സ്കെച്ചും എന്റെ മക്കൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഈ ഒരു ചാപ്റ്ററിന് ഉറപ്പായിട്ടും ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായി മിസ്സേ അല്ലെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്സ് കമന്റ് ചെയ്താലും മതി കേട്ടോ. കുറച്ച് യെല്ലോ ഹാർട്സും കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട്, എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.